ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഒരു 7000 ടണ്ണ് കാജു ആയിട്ട് വന്ന വെസലാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ഫുൾ കാജു ആണ്. ഇത് ഓപ്പൺ ആകാത്ത നമ്മുടെ കപ്പലണ്ടി എന്ന് പറയുന്ന കശുമാങ്ങയുടെ അണ്ടിയാണ് വരുന്നത്. അത് ചാക്കിലാക്കി 50 കിലോയുടെ ചാക്കിലാക്കിയാണ് വരുന്നത്. അതാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിന്ന് രാവിലെ ബർത്തിങ് ആയ വെസലാണ്. അതിപ്പോ ഇവിടെ അടുത്തുള്ള കമ്പനികളിലോട്ടും എല്ലാം സപ്ലൈ ചെയ്യാനുള്ള കാർഗോയാണ്. പല ഏജൻസികൾ കൂടി എടുത്തുകൊണ്ട് വരുന്ന കാർഗോയാണത്. അതാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇതാണ് കാജു ആർച്ചിന്റെ ഉള്ളിൽ അടുക്കി വെച്ചേക്കണതാണ് ഈ കാണുന്നത്. ആർച്ചിന്റെ ഉള്ളിൽ പല ചാക്കുകളിലാക്കി അടുക്കി വെച്ചിരിക്കുകയാണ് കാജു. ഇത് പല ഫുൾ ആർച്ചാണിത്. ഒരു മീഡിയം ചെറിയ ആർച്ചാണിത്. അപ്പൊ ഇതാണ് കാർഗോ ആർച്ചിന്റെ ഉള്ളിൽ നിന്ന് ക്രെയിൻ ഉപയോഗിച്ച് എടുത്ത് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോണ ഭാഗമാണ് പുറത്തോട്ട്. ഇത് ഈ ഹുക്കിലിട്ടിട്ട് 4 കയറുണ്ട്. ആ കയറിങ്ങനെ ഹുക്കിൽ കണക്ട് ചെയ്ത് നെറ്റില് കാർഗോ അട്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതാണ് പുറത്തോട്ട് ലിഫ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നത്. ഈ ഗ്യാങ് ലേബേഴ്സ് ആണ് ഇതെല്ലാം ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അവരിത് ലിഫ്റ്റ് ചെയ്ത് നെറ്റിൽ അട്ടിയിടും. അത് കഴിഞ്ഞ് ഇങ്ങനെ ഹുക്കിൽ ലിഫ്റ്റ് ചെയ്ത് പുറത്തോട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം ആ ക്രെയിൻ ഇപ്പോ ഹുക്ക് ടൈറ്റ് ചെയ്ത് പുറത്തോട്ട് ലിഫ്റ്റ് ചെയ്യണ ഭാഗമാണ് കാണുന്നത്. ഇതിപ്പോ ലിഫ്റ്റ് ചെയ്ത് അവിടെ ടൈലറെ കൊണ്ടുപോയി ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് 3 ക്രെയിനാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 വെസൽ ക്രെയിനും ഒരു HMC ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാർബർ മൊബൈൽ ക്രെയിന് അത് ജെട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. ഇത് 2 വെസലിന്റെ ക്രെയിനാണ്. അതാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് വർക്ക് ചെയ്യുന്നത്. ഈ വെസൽ ക്രെയിനിൽ 3 ക്രെയിനാണ് ഉള്ളത്. 2 വെസൽ ക്രെയിനും ഒരു ഡെറാക്കിളാണ് ഈ കാണുന്നത്. ഡെറാക്കിള് പഴയ മോഡലാണ്. ഇതൊരു പൈപ്പ് പോലെ ഒരു ഇത് നിന്നിട്ട് അതാണ് അതിന്റെ ബൂം. അതിൽ റോപ്പ് കണക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാണ് ഇതിന്റെ വർക്കിംഗ് നടക്കുന്നത്. അത് ലിവറി ഫംഗ്ഷൻ ചെയ്യുവാണത്. അങ്ങനെ മൊത്തം 3 ക്രെയിനാണ് വർക്ക് നടക്കുന്നത്. ഒരു ക്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. അതപ്പോ ചുവര ക്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജെട്ടിയിൽ നിന്നുള്ളതാണ് ചുവര ക്രെയിന്. അതാണ് അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നെറ്റ് വഴി എടുത്തുകൊണ്ട് വരുന്ന കാർഗോ വണ്ടിയിലോട്ട് അൺലോഡ് ചെയ്യുന്ന ഭാഗമാണ് കാണുന്നത്. അത് നെറ്റോട് കൂടി അൺലോഡ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് അത് കൊണ്ടുപോയി ഗോഡൌണിലോട്ട് ഹൈഡ്രോ ഉപയോഗിച്ച് ഷിഫ്റ്റ് ചെയ്ത് മാറ്റുവാണ് ചെയ്യണത്. അതോടുകൂടി തന്നെ ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ വണ്ടിയെല്ലാം ലോഡിങ്ങിന് വേണ്ടി വന്നിരിക്കുന്ന വണ്ടിയാണ്. ആ ഹുക്കിലാണ് കണക്ട് ചെയ്യുന്നത്. ആ ഹുക്കിൽ കണക്ട് ചെയ്ത് അത് വെസൽ ക്രെയിന് കാർഗോ എടുത്തോണ്ട് പോണ ഭാഗമാണ് കാണുന്നത്. അത് എടുത്തോണ്ട് പോകുന്നു, നേരെ വണ്ടിയിലോട്ട് അൺലോഡ് ചെയ്യുന്നു. ഒരു വണ്ടിയിൽ ഒരു 2 ബാഗോളം വെക്കും. എന്നിട്ട് കാലി നെറ്റ് പിന്നെ ഹുക്കിൽ കണക്ട് ചെയ്ത് നേരെ ആർച്ചിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഗോഡൌണിൽ കാലിയാക്കിയിട്ട് നെറ്റെല്ലാം പിന്നെ തിരിച്ചു വരും. അത് ആ കാർഗോ താഴെ വീഴാതിരിക്കാൻ വേണ്ടി നെറ്റിന്റെ മേളിൽ ചാക്ക് വെച്ച് തയ്ച്ചേക്കണതാണ്. അപ്പൊ നേരെ എടുത്തോണ്ട് പോയിട്ട് ആർച്ചിന്റെ ഉള്ളില് ഡംപ് ചെയ്യും.
അപ്പൊ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ബൈ.